അൻസിബ ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തനിക്കെതിരെ ഉണ്ടെങ്കിൽ ഒരുപാട് പേര് നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. താനുണ്ടെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് തനിക്കെതിരെ മോശമുള്ള രീതിയിലൊക്കെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഇത് കണക്ക് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ചുള്ള ഒരു കാര്യം നടക്കുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് ഉണ്ടെങ്കിൽ എൻ്റെ മാത്രം പരാതി എടുക്കാനുള്ള സമയം പറ്റത്തില്ലെന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. ബാക്കി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിലായിരുന്നു പറയുന്നത്. ഇതിനു മുമ്പും താനുണ്ടെങ്കിൽ പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇത് കണക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനിരിക്കുമ്പോൾ കോടതിയുടെയും അതോടെ തന്നെ ഉണ്ടെങ്കിൽ ജനങ്ങളുടെയും സപ്പോർട്ട് കൊണ്ടാണ് തനിക്കുണ്ടെങ്കിൽ അത് നടന്നിട്ടുണ്ടായിരുന്നത്. അതേ കണക്ക് തന്നെയാണ് ഇപ്പോഴും ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. എന്തായിരുന്നാലും താനുണ്ടെങ്കിൽ അത് വെറുതെ വിടാൻ നിൽക്കുന്നില്ല. തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഇതിൻ്റെ പിറകെ തന്നെ പോയിട്ടുണ്ടെങ്കിൽ പരാതി കൊടുക്കുകയും ഇതിൻ്റെ കാരണക്കാരായ ആൾക്കാരെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലായിരുന്നു അൻസിബ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് ഭയങ്കര കഷ്ടമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു പരാതി എടുക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഒരു കാര്യങ്ങൾ ശരിയായിട്ട് നടക്കുന്നില്ലെങ്കിൽ പിന്നെ കോടതികൾ അങ്ങനത്തെ ഉള്ളൊരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അൻസിബ. എന്തായിരുന്നാലും ശരി, നേരത്തെ ഉണ്ടെങ്കിൽ പോരാടി തന്നെയാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അങ്ങനെ തന്നെ ആവും എന്നുള്ളതാണ് ഒരുപാട് പേര് ഇത് കണക്ക് സപ്പോർട്ട് എന്നുള്ള രീതി പറയുന്നുമുണ്ടായിരുന്നു.